എല്ലാവർക്കും നമസ്കാരം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഇൻസ്റ്റാ വ്ളോഗാണ്. ഇപ്പോൾ കൊച്ചിയിൽ റീസെറ്റിലായ ശേഷം ഞാൻ ദീപ്തിയും കൂടി ഫസ്റ്റ് പോകണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഒന്ന് പ്ലാൻ ഉണ്ടായത് ഒരു കഫേയിൽ പോകണമെന്ന്. അപ്പോൾ ആ ഒരു യാത്രയാണിത്. പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊക്കെ ഒരുപാട് വേസ്റ്റൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ കഫേയിലെത്തി. ഞങ്ങൾ സെലക്ട് ചെയ്ത പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ കഫേയാണ്. അതിന് മെയിനായിട്ട് കാരണം ഒന്ന് ഞങ്ങളുടെ താമസിക്കുന്നതിന് തൊട്ടടുത്തുമാണ്. പിന്നെ ഒരുപാട് നല്ല റിവ്യൂസ് ഇൻസ്റ്റയിലും അതുപോലെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കണ്ടു. അപ്പോൾ ഇതേ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ്. നല്ല രീതിയിൽ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് പുറത്ത് തന്നെ കാണാൻ. അപ്പോൾ ഇത് നേരെ വെൽക്കമൊക്കെ ചെയ്ത് ഞാൻ നേരെ പോയത് അവരുടെ കിച്ചണിലായി പോയി. ഓക്കെ ബൈ. അപ്പോൾ അവിടുന്ന് ഇതാ ഇപ്പം ഞങ്ങൾ പോകുന്നതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. പോകുന്ന വഴിക്കൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിചാരിച്ച പോലെ നല്ലൊരു കാമൺ ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അത്. ഒരു പാടത്തിൻ്റെ കരയിൽ ഒരുപാട് ചെടികളൊക്കെ വെച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് പ്ലാൻഡായിട്ട് ചെയ്തതാണ്. അപ്പം കുറച്ച് തിരക്കുന്നൊക്കെ മാറി നല്ല പീസ്ഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാവും ഈ ഒരു കഫേ. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു കോഫി കുടിക്കാം, കുറച്ച് നേരം ചില്ല് ചെയ്തിരിക്കുക എന്നുള്ള പ്ലാനിലാണ് വന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല. പക്ഷെ ദീപ്തി ഇപ്പോൾ തപ്പിക്കൊടുക്കുന്ന ബിരിയാണി ഉണ്ടോയെന്നാണ്. കാരണം ദീപ്തിക്ക് എവിടെ പോയാലും അവിടെ മെയിനായിട്ട് ബിരിയാണിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഗ്രിൽഡ് ചിക്കൻ ബ്രസ്റ്റ് ഇൻ മഷ്റൂം സോസിലുള്ളത്, പിന്നെ അതുപോലെ കാരമൽ ലാറ്റെ, ഐസ്ഡ് പാഷൻ ഫ്രൂട്ടി, ഇതൊക്കെയാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫുഡും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ദീപിക്കായാലും നല്ല രീതിയിൽ ഇഷ്ടമായി. എനിക്കായാലും കാരമൽ ലാറ്റയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അതിൻ്റെ അകവും വളരെ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി നാല് സ്ഥലത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് പറയും ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് ബുക്കൊക്കെ എവിടെ നിന്ന് വായിച്ച് അങ്ങനെ നമുക്കത് ഇത് ചെയ്യാം, എൻജോയ് ചെയ്യാം. അവിടെ കിടിലൻ ആംബിയൻസിലൊരു കിടിലൻ കഫേയാണ്. അപ്പോൾ ഇതൊരു പോകാത്തവർ മസ്റ്റായിട്ട് പോവുക. ഓൾറെഡി അത്യാവശ്യം വെൽ നോൺ ആണ്, എന്നാലും പോകാത്തവരുണ്ടെങ്കിൽ പോവുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.